അയ്യോ എന്റെ പൊന്നു, എനിക്ക് സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ. സിസേറിയൻ ചെയ്തപ്പോ ഈ പാട്. അപ്പൊ നോർമൽ ഡെലിവറി അങ്ങനെ ആയിരുന്നെങ്കിലാ? ഒന്നെന്താണ് വേദനയൊന്നും ഇല്ലാതെ അനങ്ങാതെ നേരെ വന്ന് നിന്ന് പ്രൗഡ് ടു ബി എ ഡാഡി എന്ന് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും സ്റ്റാറ്റസ് ഇടുന്ന നിനക്ക് ഇത്ര ഉണ്ടെങ്കിലേ പീരീഡ്സിന്റെ വേദനയും സഹിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ഭാരവും ചുമന്ന് കല്യാണത്തിന് ശേഷം നിന്നെ സഹിച്ച് വിശേഷമൊന്നും ആയില്ലേ, കൊച്ചൊന്നും വേണ്ടേ എന്ന് ചോദിച്ച് മനസമാനങ്ങളാണ് നിന്റെ ബന്ധുക്കളെ സഹിച്ച് അവസാനം പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് നോർമൽ ഡെലിവറിക്ക് ഒരു ക്ലാസ്, ന്യൂട്രീഷന് വേറൊരു ക്ലാസ്, യോഗയ്ക്ക് ഒരു ക്ലാസ് എന്നും പറഞ്ഞിട്ട് കണ്ട ക്ലാസ്സുകളെല്ലാം കയറി ഇറങ്ങി റാമ്പോ ഒക്കെ ചെയ്തോണ്ടിരുന്ന ഞാൻ ഡക്കുവാക്കേണ്ടി വന്നു. നോർമൽ ഡെലിവറി ആയിരിക്കുന്ന ഡോക്ടർ ആരെന്ന് തരുന്ന നാട് മൊത്തം അലഞ്ഞ്. നിനക്ക് സമയമില്ലാത്തോണ്ട് എന്റെ വീട്ടുകാരെയും കൊണ്ട് അലഞ്ഞ് അവസാനം ഡോക്ടറെ കണ്ടുപിടിച്ച്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാ മാസാമാസം ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, വാക്സിൻ, PV എക്സാം, വയറ് സ്കാന്, വജൈൽ സ്കാന്, ആ വേദന എല്ലാം അനുഭവിച്ച് ഡ്യൂ ഡേറ്റ് ആയിട്ട് വേദന വരാത്തോണ്ട് മരുന്ന് വെച്ച് വേദന വരുത്തി ലേബർ റൂമിൽ എല്ലാം കൂടെ മുക്കുന്ന അലറി കൊച്ചഴിയ മൂത്രം, മലം, ഗ്യാസ് എല്ലാം പുറത്തു വന്നു. അതും പോരാഞ്ഞിട്ട് വീണ്ടും മുക്കി വിക്കി ശ്വാസം മുട്ടി കഷ്ടപ്പെടുമ്പോഴത്തേക്ക് കൊച്ചിന്റെ ഹാർട്ട് റേറ്റ് കുറയണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹാർട്ട് റേറ്റ് കൂടി. ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അനസ്തേഷ്യ ഡോക്ടർ എന്നെ നട്ടല് കുത്തി വേദന കൊണ്ട് ഞാൻ കരഞ്ഞു വിളിച്ച്. അവസാനം വയറേറി കൊച്ചിനെ എടുത്തപ്പോഴത്തേക്ക് ആദ്യം കേട്ടത് തനി അച്ഛൻ തന്നെ എന്ന കമന്റും കേട്ടിട്ടേ ഈ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോ സമൂഹം എന്നെ നോക്കി ഓ സിസേറിയൻ ആയിരുന്നാ എന്നുള്ള പുച്ഛോ. ഇതും കേട്ട് വീട്ടിൽ വന്ന വയറേറി കൊച്ചിനെ തന്നെ എന്നെ നോക്കി നിനക്കതിന് എന്തോന്ന് കഷ്ടപ്പാടായിരുന്നു ചോദിക്കുന്ന നിന്നെ സഹിക്കാൻ എനിക്ക് എന്തുമാത്രം ധൈര്യം വേണം. അതുകൊണ്ടേ നോർമൽ ഡെലിവറി എന്നല്ല വജൈനൽ ഡെലിവറി സിസേറിയൻ എന്നും പറയാൻ പഠിക്ക്. നോർമൽ എന്ന വാക്ക് നിന്റെ വായി. അയ്യോ എന്റെ പൊന്നു,